1994 ഒക്ടോബറിൽ ഹോളിവുഡിൽ ഒരു സിനിമ പുറത്തിറങ്ങുന്നു. മുടക്കുമുതൽ പോലും തിരിച്ചുപിടിക്കാനാകാതെ ആ സിനിമ തിയേറ്ററുകളിൽ അമ്പേ പരാജയപ്പെടുന്നു. പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമയെന്ന് ആ സിനിമ വാഴ്ത്തപ്പെടുന്നു. ആ സിനിമയുടെ കഥയാണിത്. വെൽക്കം ടു കച്ചട്ടത്തപ്പ മലയാളം പോഡ്കാസ്റ്റ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ റീത്ത ഹെയ്വർത്ത് ആൻഡ് ഷോഷാങ്ക് റിഡംഷൻ എന്ന ഹ്രസ്വ നോവലിനെ ആസ്പദമാക്കി ഫ്രാങ്ക് ഡറാബോൺ സംവിധാനം ചെയ്ത ചിത്രമാണ് ദ ഷോഷാങ്ക് റിഡംഷൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് കഥ പുരോഗമിക്കുന്നത്. 1947 നിരപരാധിയായ ആൻഡി ദുഫ്രെയ്ൻ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ ഭാര്യയുടെ കൊലപാതക കുറ്റം ചുമത്തി ഇരട്ട ജീവപര്യന്തം വിധിക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. മെയിനിലെ ഷോഷാങ്ക് ജയിലിൽ തീർത്തും നിരാശനായെത്തുന്ന ആൻഡിക്ക് ജയിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാകുന്നില്ല. ജയിലിലെ സഹ അന്തേവാസിയും അനധികൃതമായി വസ്തുക്കൾ ജയിലിലേക്ക് എത്തിക്കുന്നയാളുമായ റെഡുമായി ഇയാൾ പരിചയം സ്ഥാപിക്കുന്നു. ആൻഡിയും റെഡുമായുള്ള സൗഹൃദമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ആൻഡിയായി ടീം റോബിൻസും റെഡായി മോർഗൻ ഫ്രീമാനും വേഷമിട്ടു. 1994 ഒക്ടോബർ 15 ദ ഷോഷാങ്ക് റിഡംഷൻ പ്രദർശനത്തിലെത്തി. ബോക്സ് ഓഫീസിൽ തകർന്നടിയാനായിരുന്നു ചിത്രത്തിൻ്റെ നിയോഗം. മുടക്കുമുതൽ പോലും തിരിച്ചുപിടിക്കാനാകാതെ ചെറിയ വരവ് മാത്രമാണ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് ലഭിച്ചത്. $25 മില്യൺ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം തിയേറ്ററുകളിൽ നിന്നും നേടിയത് ആകെ $16 മില്യൺ മാത്രമായിരുന്നു. ഒക്ടോബറിൽ ചിത്രം റിലീസ് ചെയ്തപ്പോൾ പ്രധാനമായും തിയേറ്ററിൽ ഉണ്ടായിരുന്നത് 2 ചിത്രങ്ങളായിരുന്നു. വിജയക്കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്ന റോബർട്ട് സെമിക്സിൻ്റെ ഫോറസ്റ്റ് ഗംപും ക്വന്റൻ ടൊറന്റീനോയുടെ പുതിയ ചിത്രം പൾപ്പ് ഫിക്ഷനും. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത പൾപ്പ് ഫിക്ഷൻ ബോക്സ് ഓഫീസിലും പ്രേക്ഷക മനസ്സിലും ഇടം നേടിയതോടെ ഷോഷാങ്ക് റിഡംഷനെക്കുറിച്ച് ആളുകൾ അറിഞ്ഞതുപോലുമില്ല. പിന്നീട് 7 ഓസ്കാർ നോമിനേഷനുകൾ ചിത്രത്തിന് ലഭിച്ചപ്പോഴായിരുന്നു പലരും സിനിമയെക്കുറിച്ച് അറിയുന്നത് പോലും. ഓസ്കാർ പുരസ്കാരം ലഭിച്ചില്ലെങ്കിലും സിനിമയെക്കുറിച്ച് ഓസ്കാർ വേദിയിലടക്കം പരാമർശങ്ങളുണ്ടായി. അതിനുശേഷം ചിത്രം വീണ്ടും റിലീസ് ചെയ്തപ്പോൾ $12 മില്യൺ ആയിരുന്നു ചിത്രം കളക്ട് ചെയ്തത്. തുടർന്ന് 1995 3,20,000 VHS കോപ്പികൾ പുറത്തിറക്കി. തിയേറ്ററിൽ പരാജയപ്പെട്ട ചിത്രത്തെ സംബന്ധിച്ച് അതൊരു സാഹസമായിരുന്നുവെങ്കിലും ഇത്തവണ ചിത്രം നേട്ടം കൊയ്തു. ഫോറസ്റ്റ് ഗംപിനൊപ്പം തന്നെ ചിത്രം റീറ്റെയിൽ മാർക്കറ്റിൽ നേട്ടമുണ്ടാക്കി. പിന്നീട് 1997 TNT ചിത്രം സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചതോടെ ഷോഷാങ്ക് റിഡംഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നായി. ഷോഷാങ്ക് റിഡംഷൻ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി തുടരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ സിനിമയിലെ സംഭാഷണങ്ങളാണ്. ജയിലിനകത്ത് പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന ആൻഡിയുടെയും റെഡിൻ്റെയും സംഭാഷണങ്ങൾ. I don't think that's too much to ask. I don't think you ought to be doing this to yourself, Andy. This is just shitty pipe dreams. I mean, Mexico is way the hell down there, and you're in here, and that's the way it is. Yeah, right. That's the way it is. It's down there, and I'm in here. I guess it comes down to a simple choice, really. Get busy living. You get busy dying. ജീവിതത്തെക്കുറിച്ചുള്ള ഒറ്റപ്പെട്ടവരുടെ കാഴ്ചപ്പാടുകളും പ്രതീക്ഷ നഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും പിന്നീട് തിരിച്ചറിവുകളുമെല്ലാമാണ് സംഭാഷണങ്ങളുടെ കരുത്ത്. പതിയെ തുടങ്ങുകയും പിന്നീട് പ്രേക്ഷകരെ അകത്തേക്ക് വലിച്ചിടുകയും ചെയ്യുന്ന ചിത്രത്തിൻ്റെ അവതരണത്തിന് കരുത്തു പകരുന്നതും ഈ സംഭാഷണങ്ങൾ തന്നെയാണ്. സിനിമ അവതരിപ്പിക്കുന്നത് റെഡ് എന്ന കഥാപാത്രത്തിൻ്റെ നരേഷനിലൂടെയാണ്. സംവിധായകൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മോർഗൻ ഫ്രീമാൻ തന്നെയായിരുന്നു. മോർഗൻ ഫ്രീമാൻ്റെ നരേഷനിലൂടെ പിന്നീട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഷോഷാങ്ക് റിഡംഷൻ തന്നെയായിരിക്കും. പല സംഭാഷണങ്ങളും വീണ്ടും വായിക്കുമ്പോൾ പോലും പ്രേക്ഷകർക്ക് ആ ശബ്ദം അനുഭവിക്കാൻ കഴിയും. അതിന് പകരം മറ്റൊന്ന് ആലോചിക്കാൻ പോലുമാകാത്ത തരത്തിൽ അദ്ദേഹം അത് മനോഹരമാക്കിയിരിക്കുന്നു. ചിത്രത്തിലെ അഭിനയത്തിന് ഓസ്കാർ നോമിനേഷനും അദ്ദേഹത്തിന് ലഭിച്ചു. So when Andy Dufresne came to me in 1949 and asked me to smuggle Rita Hayworth into the prison for him, I told him, no problem.
Andy came to Shawshank Prison in early 1947 for murdering his wife and the fella she was banging. On the outside, he'd been vice president of a large Portland bank. Good work for a man as young as he was. ജയിൽ ജീവിതം പ്രമേയമായ ഈ സിനിമയിലെ തടവുകാരായെത്തുന്ന പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഉള്ളിൽ തൊടുന്നതാണ്. അതിലൊന്നാണ് ജെയിംസ് വൈറ്റ്മോറിൻ്റെ ബ്രൂക്സ്. ആൻഡിയും റെഡും കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുക ഈ കഥാപാത്രത്തെയായിരിക്കും. ജീവിതം മുഴുവൻ എടുക്കാനാണ് തങ്ങളെ ജയിലിലേക്ക് അയക്കുന്നതെന്നും അത് തന്നെയാണ് അവർ എടുക്കുന്നതെന്നും ചിത്രത്തിൽ ഒരു സംഭാഷണമുണ്ട്. But I'm telling you, these walls are funny. First you hate them, then you get used to them. Enough time passes, you get so you depend on them. That's institutionalized. Goddamn right. They send you here for life. That's exactly what they take. Part that counts anyway. ബ്രൂക്കിന്റെ കഥാപാത്രത്തിലൂടെ അത് പ്രേക്ഷകരെ കാണിച്ചു തരുന്നുമുണ്ട്. ആയുഷ്കാലം മുഴുവൻ ജയിലിനകത്ത് കഴിഞ്ഞ ബ്രൂക്കിന്റെ പുറത്തെത്തിയതിനു ശേഷമുള്ള ജീവിതം സിനിമ കണ്ട ഓരോരുത്തർക്കും മറക്കാനാവാത്തതാണ്. പിന്നാലെ റെഡ് ജയിൽ മോചിതനായപ്പോഴേക്കും ജീവിതം എങ്ങനെ ജയിൽ കവർന്നെടുത്തുവെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. ഈ സിനിമയെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാക്കുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ ആൻഡിയുടെ ജയിൽ ചാട്ടവും ചിത്രത്തിന്റെ ക്ലൈമാക്സുമാണ്. ജീവിതം മുഴുവൻ തടവറയിൽ അവസാനിക്കുമെന്ന് കരുതുന്നിടത്താണ് ആൻഡി ജയിൽ ചാടുന്നത്. അതിനെക്കുറിച്ച് റെഡ് പറയുന്ന രണ്ട് സംഭാഷണങ്ങളും മഴയിൽ നനഞ്ഞുകൊണ്ട് ആൻഡി ആകാശത്തേക്ക് നോക്കുന്ന ഷോട്ടും എന്നും പ്രേക്ഷകരുടെ ഓർമ്മയിലുണ്ടാകും. Andy Dufresne, who crawled through a river of shit and came out clean on the other side. Andy Dufresne, headed for the Pacific. Sometimes it makes me sad, though, Andy being gone. I have to remind myself that some birds aren't meant to be caged. Their feathers are just too bright. And when they fly away, the part of you that knows it was a sin to lock them up does rejoice. But still, the place you live in is that much more drab and empty that they're gone. I guess I just miss my friend. റെഡ് ജയിൽ മോചിതനായ ശേഷം ബ്രൂക്കിന്റെ അതേ പാതയിലൂടെ തന്നെ കടന്നു പോകുന്നു. ജീവിതം അവസാനിക്കുന്നില്ലെന്നും പ്രത്യാശ കൊണ്ടുപോകുന്നത് മുന്നോട്ടാണെന്നും തെളിയിക്കുന്ന ക്ലൈമാക്സും ചിത്രത്തെ മികച്ചതാക്കുന്നു. റോജർ ഡിക്കിൻസ് എന്ന ഛായാഗ്രാഹകനും തോമസ് ന്യൂമാൻ എന്ന സംഗീത സംവിധായകനും ഇതിന് കരുത്തു പകർന്നു. സിനിമയിൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ട സംഭാഷണങ്ങളിലൊന്ന് പ്രത്യാശയെക്കുറിച്ചാണ്. സിനിമയുടെ ചരിത്രത്തിലെ നേട്ടവും പ്രത്യാശയുമായി ബന്ധപ്പെട്ടതുമാണ്. പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച, അവസാനിച്ചു എന്ന് വിചാരിച്ച ഇടത്തുനിന്നായിരുന്നു സിനിമ നേട്ടം കൈവരിച്ചത്. Remember, Red, hope is a good thing, maybe the best of things, and no good thing ever dies. I will be hoping that this letter finds you, and finds you well. Your friend, Andy. സിനിമ ഷൂട്ട് ചെയ്ത ഓഹിയോ സ്റ്റേറ്റ് റിഫോർമേറ്ററിയിൽ ലൊക്കേഷനുകൾ പുനഃസൃഷ്ടിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് അവിടം സന്ദർശിക്കുന്നത്. റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയിൽ $1 മില്യൺ പോലും നേടാൻ കഴിയാതിരുന്ന ചിത്രം ഇന്ന് ടൂറിസത്തിലൂടെ പ്രതിവർഷം $15 മില്യൺ നേട്ടമുണ്ടാക്കുന്നു. ജയിൽ ചാട്ടവും അതിനുശേഷമുള്ള അതിജീവനവും പ്രമേയമാക്കി ശോശാങ്ക് റിഡംഷൻ മുൻപും പിൻപും ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ഈ പ്രമേയവുമായി വരുന്ന സിനിമകളിൽ ശോശാങ്ക് റിഡംഷൻ അതിൻ്റെ പേര് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഏത് ഭാഷയിലായാലും ഏത് രാജ്യത്തിലായാലും ഇനി സമാന പ്രമേയത്തിൽ നിർമ്മിക്കപ്പെടുന്ന ചിത്രം താരതമ്യം ചെയ്യപ്പെടുക ശോശാങ്ക് റിഡംഷനുമായിട്ടായിരിക്കാം. സാങ്കേതിക മുന്നേറ്റങ്ങൾ കൊണ്ട് നൂതന ദൃശ്യാനുഭവങ്ങളിൽ പുതുമ നൽകാൻ വരുന്ന ചിത്രങ്ങൾക്ക് കഴിഞ്ഞേക്കാമെങ്കിലും 1994 ഫ്രാങ്ക് ഡറാബോൺ എന്ന സംവിധായകൻ പറഞ്ഞു വച്ചതിനപ്പുറത്തേക്ക് പറയുക എളുപ്പമല്ല. Get busy living or get busy dying. That's goddamn right. കച്ചട്ടത്തപ്പയുടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം.